ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ മുമ്പൊക്കെ ഇവർ ആയുധം എടുക്കുമായിരുന്നു. അതല്ലെങ്കിൽ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ, നമ്മളെ തേജോവധം ചെയ്യാറുണ്ട്. ഇപ്പോ ഒരുപാട് യൂട്യൂബർമാർ പുതിയതായിട്ട് ചാനലുകൾ തുടങ്ങി ആദ്യം തന്നെ എടുക്കാറുള്ളത് ഇസ്ലാം മത വിമർശകരെയാണ്. ശരി, ഒരു കോളിംഗ് ടൈം വെച്ചിട്ടുണ്ട്, ഒരു ഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല, ഡയറക്റ്റ് ആയിട്ട് സംവാദം വേണോ, അതിനും തയ്യാറാണ്. അപ്പൊ എനിക്ക് മറുപടി പറയാൻ വരുന്ന ആളുകൾക്ക് ഇസ്ലാമികപരമായ പരിജ്ഞാനം ബേസിക് എങ്കിലും വേണ്ടേ? അങ്ങനെയുള്ളവര് വേണം വന്ന് മറുപടി പറയാൻ. അല്ലാതെ കാക്കി ഗൂ 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 മദ്രസ ബുദ്ധിയുമായിട്ട് വന്നിട്ട് അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജാമിദയുടെ ഫോട്ടോ വെച്ചാൽ, ജാമിദയുടെ പേര് വെച്ചാൽ കുറച്ച് റേറ്റിംഗ് നിങ്ങൾക്ക് കിട്ടുമോ? വാങ്ങിച്ച് ചുളിവിലെടുത്ത് നക്കിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇസ്ലാമിക വിഷയങ്ങൾ പറയുമ്പോൾ ഞാൻ എന്താണോ പറഞ്ഞത് അതെടുത്ത് കാണിച്ചിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് അതിന് മറുപടി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ എടുത്ത് പറയണം. നിങ്ങളെ കേൾക്കുന്ന മദ്രസ പൊട്ടന്മാരുടെ നിലവാരം എന്താണ് എന്ന് നിങ്ങൾക്കറിയാം നന്നായിട്ട്. അതുകൊണ്ട് 10 തെറി വിളിച്ചാൽ മതി, അതല്ലെങ്കിൽ വായി തോന്നിയത് എന്തെങ്കിലും പറഞ്ഞാൽ മതി. പഠിച്ചു പറയാൻ കഴിവ് വേണം, അല്ലാതെ വായി തോന്നുന്നത് പറഞ്ഞാൽ മതി. ഇപ്പൊ എന്റെ ചാനൽ കാണുന്ന ആളുകളുടെ നിലവാരം എനിക്കറിയാം. അവർക്ക് എന്ത് പറയുമ്പോഴും തെളിവുകൾ വേണം. സഭ്യമായ ഭാഷയിൽ നോളജബിൾ ആയിട്ടുള്ള, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിരുന്നിട്ടാണെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നന്നായി പഠിച്ച് തന്നെയാണ് അവരോട് എക്സ്പോസ് ചെയ്യുക. കാരണം എന്നിട്ടേ കാര്യമുള്ളൂ. അതല്ലാതെ ആരുടെയെങ്കിലും ഒരാളുടെ വീഡിയോ കാണിച്ചിട്ട് അവരെ 10 തെറി പറഞ്ഞിട്ട് ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മളുടെ ശക്തമായ വ്യക്തമായ അഭിപ്രായം സുദൃഢമായിട്ട് അങ്ങ് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ. ഇത് ജാമിദ അങ്ങനെ പറയുന്നു, ജാമിദ പറയുന്നതിന് പ്രത്യേകമായും കൃത്യമായും കാരണങ്ങളുണ്ട്. ഇപ്പോ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് 4 കെട്ടാം 5 കെട്ടാം EMS ഓളയും കെട്ടാം എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച കാലഘട്ടം കഴിഞ്ഞുപോയി. ഇപ്പൊ നിങ്ങൾക്ക് യഥേഷ്ടം പെണ്ണുകെട്ടി അങ്ങനെ ആർമാദിക്കാനാണ് ഭാവമെങ്കിൽ പൊതുജനങ്ങൾ നിങ്ങളെ പിടിച്ചൊരു ജനമധ്യത്തിൽ നിർത്തി അവരുടേതായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഒക്കെ ചോദിച്ചെന്നിരിക്കും. അത് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. TG ചോദിക്കുന്നു, മുസ്ലിങ്ങൾ പ്രാകും, അതുകൊണ്ട് ഇസ്ലാം മത വിമർശനം ഞാനങ്ങ് നിർത്തി എന്നാണ് TG പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. പക്ഷെ ഇവര് പറയിപ്പിച്ചേ അടങ്ങൂ എന്നാണെങ്കിൽ എന്താ ചെയ്യാം? എന്റെ ദൈവമേ, ഞാൻ ഈ ഇസ്ലാമിക വിഷയങ്ങൾ വേണ്ട, കൈകാര്യം ചെയ്യണ്ട എന്ന് വിചാരിക്കും. കാരണം ഒരുപാട് പേരുടെ പ്രാക്ക് തട്ടുമല്ലോ, എന്ത് കാര്യം. ബട്ട് ഈ ഇസ്ലാമിന്റെ ഒരു സ്വഭാവം, അവര് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും പുറത്തിറങ്ങില്ല. ബാക്കിയുള്ളവരെ കേസുണ്ട്, വേലി തർക്കമുണ്ട്, വസ്തു തർക്കമുണ്ട്, അങ്ങനെ പലവിധ കേസുകളൊക്കെ ഉണ്ട്. ബട്ട് ഇവരുടെ കേസുകൾ ഒരു പ്രത്യേക ടൈപ്പാണ്. അതുകൊണ്ട് പലപ്പോഴും അവരുടെ കേസുകളിൽ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് വരും. ഇപ്പൊ നമുക്കൊരു പൊതുധാരണ ഉണ്ടല്ലോ, മുസ്ലിങ്ങളിലെ പുരുഷന്മാർക്ക് 4 കല്യാണം കഴിക്കാമല്ലോ. എവരിബഡി എൻജോയ്സ് ദാറ്റ്. ആ സ്റ്റാറ്റസ് കേരളത്തിൽ ഇപ്പൊ 4 കല്യാണം കഴിക്കുന്ന അപൂർവം ആരെങ്കിലും കാണും. ഏറിയാൽ 2 കഴിച്ചു വരും, അതിനപ്പുറത്തേക്ക് ആരും പോകാറില്ല. നമ്മുടെ മാമുക്കോയോട് മനോരമ ജോണി ലൂക്കോസ് ചോദിച്ചു, മാരേജ് ചെയ്തു 4 കല്യാണം കഴിക്കാമല്ലോ മുസ്ലിങ്ങൾക്ക്. ഇപ്പൊ മാമുക്കോയെ പറഞ്ഞു, ഒരെണ്ണത്തെ കൊണ്ടുള്ളത് ബേജാറ് എനിക്കറിയാം, പിന്നെയാണ് 4 എന്ന് ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് ആ ദുരിതത്തിന് അധികാരം പോകാറില്ല. ബട്ട് ആ ഫെസിലിറ്റി അവർക്ക് വേണം. മുത്തലാഖ് നിരോധിച്ച സമയത്ത് ഇവര് പറഞ്ഞത്, മുത്തലാഖ് ഞങ്ങൾ ആരും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു നിയമം വരുന്നതിന് എന്താ പ്രശ്നം? ഇല്ല, അത് മുസ്ലിം പുരുഷന്മാരെ മുഴുവനും ജയിലുകളിൽ ഇടാൻ വേണ്ടിയിട്ട് മോദി സർക്കാരിന്റെ ഒരു അജണ്ടയാണെന്ന് പറഞ്ഞു. നിങ്ങൾ മുത്തലാഖ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ എന്തിന്റെ പേരിലാണ് ജയിലിൽ പിടിച്ചുകൊണ്ടിടുന്നത്? മുഴുവൻ മുസ്ലിം പുരുഷന്മാരെയും ഒന്നുകെട്ടി മര്യാദയ്ക്ക് മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളെയൊക്കെ ജയിലിൽ കൊണ്ടിടാനാണ് നരേന്ദ്രമോദി സർക്കാർ ഇരിക്കുന്നത്. അങ്ങനെ എത്ര മുസ്ലിങ്ങൾക്ക് ഇതിനോടകം തന്നെ ഈ രൂപത്തിൽ അനീതി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ മുത്തലാഖ് പാടില്ല എന്നുള്ള നിയമം വന്നു, പക്ഷെ അത് ഞങ്ങൾ സമ്മതിക്കില്ല. മുത്തലാഖ് ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് നിയമം എന്നാ ചോദിച്ചത്. ശൈശവ വിവാഹം നിർത്തലാക്കി. അപ്പോ ശൈശവ വിവാഹം ഞങ്ങൾ ആരും നടത്തുന്നില്ല, പിന്നെ അങ്ങനെ ഒരു നിയമം വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ബഹുഭാര്യത്വം ഞങ്ങളത് ചെയ്യുന്നില്ല, എന്നാ പിന്നെ അത് നിരോധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇതേ നമ്മളും ചോദിക്കുന്നുള്ളൂ. 4 കെട്ട് ഇഷ്ടം പോലെ ആളുകൾ നടന്ന് കെട്ടുന്നുണ്ട്. ഇന്നതാണ്ടൊരു പെൺകുട്ടി വന്നിട്ട് പറയുന്നു, എന്റെ അച്ഛൻ 15 കല്യാണം കഴിച്ചു. 4 കല്യാണം വേണ്ട, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളും പോലെ ഒരു കല്യാണം
ഒന്നിൽ കൂടുതലാണെങ്കിൽ അത് നിയമവിരുദ്ധമാണ് എന്ന് ബേസിക്കലി യൂണിഫോം സിവിൽ കോഡ്. അതൊന്നും പറ്റില്ല. ആവശ്യം വന്നാൽ എനിക്കൊരു കല്യാണം കൂടെ കഴിക്കണം, വേണ്ടി വന്നു. ആവശ്യം വന്നാൽ രണ്ടാമത്. എന്നോട് ഒരിക്കല് അബ്ദുള്ള ചാനൽ ചർച്ചയിൽ പറഞ്ഞതാണ്, എമർജൻസി എക്സിറ്റ് ഉണ്ട് ഫ്ലൈറ്റിൽ വരെ. ഈ കല്യാണം എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ഇറങ്ങണ്ടേ? അപ്പൊ ഞാൻ ചോദിച്ചു, എമർജൻസി എക്സിറ്റ് മെയിൽ ഓൺലി എന്ന് എഴുതിയിട്ടുണ്ടോ? ഈ എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിനകത്ത് കയറിപ്പോയി രക്ഷപ്പെടാൻ സ്ത്രീകൾക്കും വേണ്ടേ ഒരു അവസരം? അവർക്കും കൊടുക്കണ്ടേ മുത്തലാഖ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ? ഇവർക്ക് ഏകപത്നി വ്രതമാണ് ഇവർക്ക് താല്പര്യം. പക്ഷെ എങ്ങാനും ഒന്നുകൂടി കെട്ടേണ്ടി വന്നാലോ? അതുകൊണ്ട് ആ നിയമം അവിടെ നിലനിന്നോട്ടെ എന്ന്. അതുകൊണ്ടാണ് ആ നിയമങ്ങളൊന്നും പരിഷ്കരിക്കാൻ ഇവർ സമ്മതിക്കാത്തത്. ഇതില് ആദ്യം കയറി ഉടക്കിയത് നമ്മളെ ഉത്തർപ്രദേശിലെ അസം ഖാൻ. അസം ഖാൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ അബ്ദുൽ നാസർ മദനിയുടെ ചേട്ടനാണ് ഉത്തർപ്രദേശിൽ. അങ്ങനത്തെ മനുഷ്യനാണ്. മുലായം സിംഗ് യാദവോ അതോ അഖിലേഷ് യാദവ് എനിക്ക് ഓർമ്മയില്ല. അവർ ഭരിക്കുമ്പോൾ ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു സർക്കുലർ അയച്ചു. മുസ്ലിം അധ്യാപകര് കല്യാണം കഴിക്കുകയാണെങ്കിൽ സർക്കാരിനെ വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കണം, ഇന്റിമേഷൻ കൊടുക്കണം. അപ്പൊ എല്ലാവരും കൂടെ ഇസ്ലാമിനോട് കണക്ക് ചോദിക്കുന്നത്, എനിക്ക് എത്ര ഭാര്യ ഉണ്ടെന്ന് അറിയാം, തനിക്ക് എന്താ കാര്യം, പ്രൈവസി താഴെ പറഞ്ഞ സാധ്യമല്ല, കല്യാണം കഴിക്കുന്നത് എന്നെ അറിയിക്കണം. അപ്പൊ ഹിന്ദുക്കളോ ക്രിസ്ത്യൻസോ ബുദ്ധൻ അവരാരും അറിയിക്കണം, മുസ്ലിങ്ങൾ അറിയിക്കണം. പറയുന്നത് അസം ഖാൻ കേസായി അലഹാബാദ് ഹൈക്കോടതി പോയി, സുപ്രീം കോടതി പോയി. അസം ഖാൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു. 11 കോടി രൂപയാണ് വിദ്യാഭ്യാസ വകുപ്പിന് ഈ ഇസ്ലാം സംബന്ധിച്ച കേസുകൾക്ക് ചെലവാകുന്നത്. ഒരു അധ്യാപകൻ ചത്തുപോകും സർവീസിലേക്ക്. ഇയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് 8-10 പേപ്പർ നോക്കി വരും. ഇയാളുടെ പെൻഷൻ എനിക്ക് വേണം. ഇത് ഏതാ ഭാര്യ? എല്ലാവരുടെ കയ്യിൽ ഒരു കടലാസുണ്ട്. ഏതെങ്കിലും ഒരു കാസിയോ മുല്ലയോ ആരുടെ കല്യാണം നടത്തി കൊടുത്താണെന്ന് പറഞ്ഞിട്ട് ഒരു കടലാസ് കൊടുക്കുന്ന ഒരു സിവിൽ കേസ് മുനിസിപ്പൽ കോടതി നമുക്ക് തുടങ്ങാം. മുനിസിപ്പൽ കോടതി, പിന്നെ ജില്ലാ കോടതി, പിന്നെ ഹൈക്കോടതി, പിന്നെ സുപ്രീം കോടതി വാശിയാണ്. ഭർത്താവിന്റെ പെൻഷന്റെ വിഹിതം കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, ഞാനാണെങ്കിൽ എന്റെ ഭാര്യ എന്ന് തെളിയിച്ചിട്ട് കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നീ നോക്കിക്കൂടെ, നീ ഭാര്യ അല്ലെന്ന്, ഞാനാണ് ഭാര്യ എന്ന് ഞാൻ തെളിയിക്കുന്നൊക്കെ പറഞ്ഞ് സ്ത്രീകൾക്ക് വാശി കഴിയുന്ന കാര്യം അറിയാം. ഇങ്ങനെ 11 കോടി രൂപ ഒരാണ്ടിൽ വക്കീലന്മാർക്ക് തിന്നാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൊടുക്കേണ്ടി വരും. 11 കോടി. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ 4 കല്യാണം കഴിക്കുന്നല്ലേ ഉള്ളൂ, 4 കഴിച്ചോ. ഓരോന്ന് കഴിക്കുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് അറിയില്ല. ആദ്യത്തെ ഭാര്യ, രണ്ടാമത്തത് നബീസു, മൂന്നാമത്തത് നാലാമത്തത് എന്താന്ന് വെച്ചാൽ ആദ്യം. ഈ 4 വെച്ച് ഞങ്ങൾ നമ്മൾ ഫയൽ ക്ലോസ് ചെയ്യും. ഇങ്ങനെ ചത്തുപോയി കഴിഞ്ഞാൽ ഈ 4 പേർക്ക് തുല്യമായിട്ട് പെൻഷൻ തിരിച്ചു കൊടുത്ത് സലാം പറയും. അതിനുശേഷം വരുന്ന ഒരു ക്ലെയിം ഞങ്ങൾ എന്റർടൈൻ ചെയ്യില്ല. അല്ലെങ്കിൽ ജീവനോടെ ഉള്ളപ്പോൾ തന്നെ ഇയാൾ പറയണം, ഞാൻ നബീസയെ മൊഴിച്ചു ഫാസിലയെ കെട്ടി വീണ്ടും ഇയാളെ കെട്ടിയെടുക്കണം. അങ്ങനെയാണ് ചത്തു കഴിഞ്ഞുള്ള വഴക്ക് ഞങ്ങളില്ല. സുപ്രീം കോടതി 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര നേതാവും വാനലോകത്തിരുന്നിട്ടൊരു വാനപ്പടച്ചോനുണ്ടല്ലോ, അദ്ദേഹം ഇറക്കിയ ഒരു പുസ്തകവും കാരണം ലോകത്ത് സകലമാനം മുസ്ലിങ്ങളും പ്രശ്നത്തിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സംബന്ധിച്ചു ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ് ഒരു ചാപ്റ്റർ തന്നെ എഴുതി. സുപ്രീം കോടതി പറഞ്ഞു, ഇതൊക്കെ നിങ്ങളുടെ ഫെയ്ത്തിന്റെ ആണെന്ന് നിങ്ങൾ ആർഗ്യം. ശരി, യു ക്യാൻ ഹാവ് എനി ഫെയ്ത്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്ത് വിശ്വാസം കൊണ്ടു നടക്കാം. ഇസ്ലാമാണ് ഏറ്റവും മഹത്തായ മതം, ശരി, ഒരു സംശയം വേണം. മുഹമ്മദ് അവസാനത്തെ പ്രവാചകൻ ആയിക്കോട്ടെ. മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരെയും കാണുന്നിടത്ത് വെച്ച് കൊല്ലണം ആയിക്കോട്ടെ. അവരുടെ പെടലി വെട്ടണം, അവരുടെ വിരലുകൾ ചതയ്ക്കണം ആയിക്കോട്ടെ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടു നടക്കണം, പ്രവൃത്തിയിൽ പറ്റില്ല. ബുദ്ധിമുട്ടാണ്. ഫെയ്ത്ത് ഈസ് വൺ തിങ്. കാരണം ഫെയ്ത്ത് നിങ്ങളുടെ തലയ്ക്കുള്ളിലിരിക്കണം. ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഞാൻ വിചാരിക്കുന്നു ഭൂമിയിൽ ഏറ്റവും യോഗ്യൻ ഞാനാണ്, ബാക്കിയുള്ളവരെല്ലാവരും കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് ആലോചിച്ച് മനസ്സിൽ ഉറപ്പിച്ച് സുഖമായിട്ട് എനിക്ക് ജീവിച്ച് മരിച്ചു പോകാം. പക്ഷേ ഈ ആശയം നടപ്പിലാക്കാൻ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ പോലീസ് ഇല്ല. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞു, ഫെയ്ത്ത് ഈസ് പെർമിറ്റഡ്. യു ഡോണ്ട് ഹാവ് എ കൺട്രോൾ ഓവർ സമൺസ് ഫെയ്ത്ത്. അയാളുടെ തലച്ചോട്ടിരിക്കുകയല്ലേ. അത് സുപ്രീം കോടതിക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നിരോധിക്കാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫെയ്ത്ത് അവിടെ ഇരിക്കട്ടെ. പ്രാക്ടീസ് അതിൽ കോടതി ഇടപെടും, സർക്കാർ ഇടപെടും. ഈ ഇടപെട്ടിരിക്കുന്നത് സർക്കാരിന്റെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് പ്രാക്ടീസ് ഭരണഘടന വിധേയമായിരിക്കും. ഫെയ്ത്ത് ക്യാൻ ബി എനിത്തിങ്. നിങ്ങൾ 6 കൊലയാണ് പൂജിക്കുന്നത്, പൂജിച്ചോ, ഒരു കുഴപ്പമില്ല. 6 കൊലയാണെന്ന് പറഞ്ഞ് വഴിയെ പോയതിന്റെ തലക്കെട്ടായിരുന്നു, വേറൊരു കുഴപ്പമില്ല. നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾ ജീവിച്ചോ. അത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ വന്നത് ഡോക്ടർ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ജഡ്ജ്മെന്റ്. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഹസീന 38 വയസ്സ്, മുഹമ്മദ് സഫൽ 19-15 വയസ്സുള്ള അവരുടെ 2 ആൺകുട്ടികളാണ്. സഹലിനും സഫലിന്റെയും അമ്മയാണ് ഹസീന 38 വയസ്സ്. ഇവരുടെ ഭർത്താവ് സുഹൈൽ 40 വയസ്സ്, അയാൾക്കെതിരെയാണ് കേസ് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഭർത്താവ് ഇവര് ജീവനോടെ ഇരിക്കെ വേറൊരു കല്യാണം കഴിച്ചു. ഈ സ്ത്രീ ഇറങ്ങി മറ്റേ പോയി, ഹസീന ഞാൻ വരെ പോകണം, അവരിറങ്ങിപ്പോയി. അല്ല, എനിക്ക് 2 കല്യാണം കഴിക്കാം, കഴിച്ചോളൂ താൻ, അതിന് ഞാൻ തനിക്കൂടെ കാവലെടുക്കണമെന്നില്ലല്ലോ, എനിക്ക് സൗകര്യമില്ല തന്നെ കൊടുത്താൽ ചെയ്യാം. അവരിറങ്ങിപ്പോയി, മക്കളെ കൊണ്ടിട്ട്. അന്തസ്സുള്ളൊരു സ്ത്രീ മാത്രമല്ല, കുടുംബ കോടതിയിൽ അവർ കേസ് കൊടുത്തു, എനിക്ക് ഈ മനുഷ്യൻ ചെലവില്ല, മെയിൻ്റനൻസ് തരാൻ.
ഇയാൾ വാദിച്ചു ഇവൾ എന്റെ കൂടെ താമസിക്കുന്നില്ല, പിന്നെ എങ്ങനെ ചെലവ് തരാൻ പറ്റും? അവർ പറഞ്ഞു ഞാൻ താമസിക്കുന്നില്ല, എനിക്ക് താമസിക്കാൻ സൗകര്യം, താൻ കേരളത്തിയെ കൊണ്ടുവന്ന് അവിടെ താമസിച്ചിട്ടുണ്ടല്ലോ, അവളുടെ കൂടെ താനെങ്കിൽ താമസിച്ചാൽ ഞാൻ വേറെ താമസിക്കാം, അന്തസ്സായിട്ട് എനിക്ക് തന്നെ വേണ്ട, ഞാൻ എന്റെ മക്കൾ വേണ്ടി കഴിച്ചു, പക്ഷെ ഞങ്ങളുടെ ചെലവിന് കാശ് തരും. എത്ര? 10,000 രൂപ ഒരു മാസം അമ്മയ്ക്ക്, 8,000 രൂപ മൂത്ത മകന്, 6,000 രൂപ ഇളയ മകൻ, 10, 8, 18, 60, 24,000 രൂപ എഴുതി വീരസേന്റെ എടുത്തിട്ടുണ്ടാകും. വിവാഹമോചനം നടന്നിട്ടില്ല, മൊഴി ചൊല്ലിയിട്ടുമില്ല. ഡിസ്പ്യൂട്ട് ഇവര് കുടുംബക്കോടതിയിൽ റേസ് ചെയ്ത സ്ഥിതിക്ക് പിന്നെ കയറി മൊഴി ചൊല്ലാനും പറ്റില്ല. ഇത് ഇങ്ങനെ മാറി താമസിക്കാമെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി 10,000 തവണ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾ 4 കെട്ടിക്കോ, പക്ഷെ മറ്റേ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ മാറി താമസിക്കും. അവരുടെ കാര്യം ഈ ഭർത്താവ് നിന്ന് നോക്കണം. If you are running a business, ഈ രൂപത്തിൽ കോടതികളും നിയമങ്ങളും വക്കീലന്മാരും ഉദ്യോഗസ്ഥരും വാദപ്രതിവാദങ്ങളും വിചാരണയും നിയമവും ഭരണഘടനയും ഒന്നുമില്ലാത്ത ഒരു രാജ്യത്താണെങ്കിൽ അവരൊക്കെ ആരോടൊപ്പം നിൽക്കുമായിരിക്കും? ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയുടെ കൂടെ നിൽക്കുമോ? 2ാം ഭാര്യ, 3ാം ഭാര്യ, 4ാം ഭാര്യ, ഇനി ഏതെങ്കിലും ഒന്നിനെ കളഞ്ഞിട്ട് ആ വിടവ് നികത്താൻ അടുത്ത ഒരു സബ്സ്റ്റിറ്റ്യൂട്ടർ? ഇങ്ങനെ നാട് നീളെ നടന്ന് ലക്കിൽ ലഗാനുമില്ലാതെ കെട്ടിയും കൃഷി ചെയ്ത് പ്രോഡക്റ്റുകളെ ഉൽപ്പാദിപ്പിച്ചും പിന്നീട് അവർക്ക് തിന്നാനും കുടിക്കാനും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന നടപടികളുണ്ടല്ലോ, പിന്നീട് വലിയ രൂപത്തിൽ കെങ്കേമപ്പെട്ടു വരും. എന്റെ മക്കളെ ഉണ്ടാക്കിയിട്ടാ മാത്രം മക്കളാകത്തില്ല, മര്യാദയ്ക്ക് മക്കൾക്ക് അധ്വാനിച്ച് തിന്നാൻ കൊടുക്കണം, അവരെ പഠിപ്പിക്കണം, അവരെ സംരക്ഷിക്കണം. ചില ആളുകളുണ്ട് മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോ എവിടെ നിന്നെങ്കിലും തള്ളമാരിടുന്ന ഫോട്ടോസ് എടുത്തോണ്ട് വന്നിട്ട് സ്വന്തം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എന്റെ മക്കൾ വർഷങ്ങളോളമായിട്ട് മക്കൾക്കൊരു 10 പൈസയുടെ മിഠായി പോലും, 10 പൈസക്ക് ഇന്ന് മിഠായി കിട്ടത്തില്ല, 1 രൂപയ്ക്ക് ഒരു മിഠായി പോലും വാങ്ങിക്കൊടുക്കാത്ത തന്തമാര്, ഇതുപോലെയുള്ള മലരന്മാരെ പിടിച്ചു നിർത്താനാണ് നമ്മുടെ നാട്ടിലെ നിയമവും കോടതിയും ഒക്കെ. പക്ഷെ അവിടെയും ശരീഅത്ത് നിയമം സ്ത്രീകൾക്ക് തലവേദനയാകുകയാണ്. 6ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര നേതാവ് ഉൽപ്പാദിപ്പിച്ച ഈ തലതിരിഞ്ഞ ശരീഅത്ത് നിയമവും ഈ തോന്യാസ പ്രകാരം പുരുഷന്മാരെ കെട്ടഴിച്ചു വിടുന്ന നിയമവും ഉണ്ടല്ലോ, സ്ത്രീകളുടെ ശ്മശാനമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നന്ദി.